അയ്യോ പോയി ഗൈസ്, നമ്മുടെ ജെറ്റ് അങ്ങ് പറന്നു പോയി ഗൈസ്. ഓ എത്ര പറക്കാൻ പറ്റൂ? ഭയകരം ശോ വിഭവ സിന്ധു സുപരദംഗം ഭരണരണ്ഡി. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി വീഡിയോ ആയിരിക്കും. കാരണം ഞങ്ങൾ ഇന്ന് ഫൈറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഗൈസ്, ഫൈറ്റർ പ്ലെയിനുകൾ വാങ്ങിയിട്ടുണ്ട്. ഞാനും സ്വത്തും കൂടെ രണ്ട് ജെറ്റുകളാണ് കേട്ടോ. നമ്മൾ റിമോട്ട് കൺട്രോളിന്റെ കാർ കണ്ടിട്ടുണ്ട്, ബോട്ട് കണ്ടിട്ടുണ്ട്, RC കാറുകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഗൈസ്, പറക്കുന്ന ജെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് കേട്ടോ. ഒരു ഡ്രോൺ ഒന്നും വേണമെങ്കിൽ പറയാന്ന്. ഫൈറ്റർ ജെറ്റാണ് നമ്മൾ 2 വാങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇത് അൺബോക്സ് ചെയ്ത് നമുക്ക് പറത്തി തകർക്കാൻ ഇവിടെ ഇടിയും കൊടുക്കാം. അതിനാരാണ് ജയിക്കുന്നത് നമുക്ക് ഇന്ന് നോക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ അതേ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോ തന്നെ നമ്മുടെ ജെറ്റ് ആണ്. അടിപൊളിയല്ലേ ഗൈസ്? ഈ ജെറ്റാണ് നമ്മൾ ഇന്ന് പറത്താൻ പോകുന്നത്. ഇത് ഗൈസ് നിലത്തൂടെ അല്ല, ഇത് പറന്ന് ഫ്ലിപ്പ് അടിക്കും. 360 തന്നെ കിടന്ന് കറങ്ങും. കണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ജെറ്റ് കിട്ടുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു ബാറ്ററി കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു റിമോട്ട് കൺട്രോൾ. ഇത് നോക്കിയേ, ഓ പൊളിയല്ലേ? എക്സ്ട്രാ വിങ്സ് ഗൈസ്. പിന്നെ ഗൈസ്, ഒരു ചാർജർ കേബിളും കിട്ടി കേട്ടോ. നമ്മുടെ ജെറ്റ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കേബിളും കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് സ്വത്ത് ഇപ്പൊ ബാറ്ററി ഇടാൻ പോയിനത്. സ്വത്ത് കമോൺ. കണ്ട ബാക്കിൽ നിന്ന് കണ്ട ഇവിടെ ബാറ്ററി സെറ്റ് ചെയ്ത് എടുക്കണം. എന്നാലും നമ്മുടെ ഫൈറ്റർ ജെറ്റ് പറക്കത്തുള്ളൂ. ലൈറ്റ് കളിച്ച് ഗൈസ് കണ്ട. ഇനി നമുക്ക് അടുത്തായിട്ട് ഗൈസ് നമുക്ക് ഈ റിമോട്ട് ഒന്ന് ഓണാക്കാം. അതിന് വേണ്ടി ഈ പവർ ബട്ടൺ ഞെക്കണം. ചുവന്ന ലൈറ്റ് വന്നിട്ടുണ്ട്. സ്വത്ത് പറപ്പിക്കട്ടെ ഗൈസ്. പറപ്പിക്കാൻ പോവാണ്. കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഓ എത്ര പറക്കാൻ പറ്റൂ? എന്റെ മോനെ പോണി ഗൈസ്. താഴത്തോട്ട് ഇറക്കാം നമുക്ക്. പൊളി ഗൈസ്. നമുക്ക് ഇനി കറക്കി കാണിച്ചു. ഇനി നമ്മൾ കറക്കാൻ പോവാണ്. 360 കറക്കി. അയ്യോ റോഡിലിട്ട് പോയി ഗൈസ്. അയ്യോ റോഡിലിട്ട് പോയി. തിരിച്ചു വന്നു ഗൈസ്. കൊള്ളാം കേട്ടോ. അപ്പൊ ഗൈസ്, ഒന്നുകൂടെ നമ്മൾ വർത്താൻ പോവാണ്. ഇത് ഇവിടെ വെച്ച് ഓക്കെ റിമോട്ട് വെച്ച് വർത്താൻ പോവാണ്. ഓക്കെ, ഇപ്പൊ കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പറക്കുവനെ കറങ്ങുവാ. അപ്പുറത്തോട്ട് പോയി. ഓ എടുക്കാം. ഓ ഇവിടെ വന്നു ഗൈസ്. നമ്മുടെ വീണ്ടും പൊക്കത്ത് 360 എടുപ്പിക്കുവാണ്. എന്റെ അള്ളിയ പൊള്ളി സാധനം കേട്ടാ. അയ്യോ അപ്പുറത്തെ വീട്ടിൽ പോയി. അയ്യോ മരത്തേരിക്കും. അവിടുത്തെ മരത്തേലും കണ്ടിരിപ്പുണ്ട്. എന്തിനാ? അയ്യോ മരത്തെ തങ്ങിയിരിക്കുന്നു ഗൈസ്. നമ്മുടെ ഫൈറ്റർ ജെറ്റ് ആ മരത്തെ ഇരിക്കുവാന്ന് കോപ്പ് ഗൈസ്. കണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതേ ഒരു അവിടെ കിടന്ന് കറങ്ങുവാന്ന്. സ്റ്റക്കായി പോയല്ലോ നമ്മുടെ പ്ലെയിൻ. അയ്യോ അയ്യോ പ്ലെയിൻ പോയി. അയ്യോ ഫൈറ്റ് ഒന്നും നടന്നില്ല. കാക്ക വല്ലതും കൊണ്ടുപോകുന്ന അറിയത്തില്ല. പ്ലെയിൻ പോയി. അവിടെ വല്ല കല്ലെടുത്ത് നമുക്ക് എറിഞ്ഞിടാം. അയ്യോ കാക്കയൊക്കെ അതിന്റെ പറ്റുമോ? എനിക്ക് ഗൈസ് അവിടുന്ന് ഇവിടുന്ന് കാക്ക എല്ലാവരെയും വിളിച്ചോണ്ട് വരുന്നുണ്ടോ? എല്ലാ കാക്കകളും വരുന്നുണ്ട് മരത്തിലോട്ട്. പോയി ഗൈസ്, നമ്മുടെ ജെറ്റ് അങ്ങ് പറന്നു പോയി ഗൈസ്. സിദ്ധ ജെറ്റ് പോയി. അയ്യോ ഞാൻ എന്റെ ജെറ്റുമായിട്ട് വീണ്ടും
എന്തായാലും കുഴപ്പമില്ല, 2 വാങ്ങിയാൽ 1 പോണെങ്കിൽ പോട്ടെ ഗൈസ്. നമുക്ക് അതിന്റെ അടുത്തത് വർക്ക് ചെയ്ത് നമുക്ക് ഇനി നോക്കാം. ഓ ഗൈസ്, ഒത്തിരി അടിപൊളിയായിട്ട് പ്ലെയിൻ പറത്തുന്നുണ്ട് കേട്ടാ. ഓ പറഞ്ഞില്ല, പറഞ്ഞു തീർന്നില്ല. അത്ര മതി. ഇതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ഇത് ഞെക്കിയാൽ മതി. ഓ പോലെ അത് തന്നെ. എടി പോളിയൊന്ന് പറത്താനും അറിയത്തില്ല. അതിന് 3 സ്റ്റഡി എടുത്തോണ്ടിരിക്കുക കേട്ടോ. എനിക്ക് പറത്താനൊന്നും അറിയത്തില്ല, ഇനി ഞാൻ പറത്താം. ഒരാള് പറത്തിട്ട് ഒരു പ്ലെയിൻ ഇപ്പൊ മരത്തിലിരിക്കണ്. പ്ലെയിൻ പറക്കണെങ്കിലും ഇല്ലെന്ന് പറയാം. Oh my God. ഓ അത് കൊള്ളേ. കൊറേ ഓടി, അതിന് കൊറേ ക്ലോസ് ഇട്ട്. എന്നാലും അത് പോയല്ലോ. അതിന്റെ കാക്ക കൊണ്ടുപോയാ എക്സൈറ്റ്മെന്റ് കൂടിപ്പോയാണ്. പ്ലെയിൻ അങ്ങ് ബഹിരാകാശത്തോട്ടാ പോയത്. ഇത്ര പൊക്കത്തിൽ പോയി ഞാൻ വിചാരിച്ചില്ല. എന്റെ വീടിന്റെ നല്ല ഹൈറ്റിലോട്ടാ ഈ സാധനം പോയത്. എനിക്ക് തോന്നുന്നു നല്ല ഹൈറ്റിൽ 2 പ്ലെയിൻ വാങ്ങി എന്തായാലും നന്നായി കേട്ടാ. ഇത് നമുക്ക് കെയർഫുൾ ആയിട്ട് വളർത്താം. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒടുക്കത്തെ പവർ, ഒടുക്കത്തെ റേഞ്ചുവാ. ഇവിടെ ഇന്നത്തെ ഒരു 100 മീറ്റർ അകലെ വരെ ഈ സാധനം കിടന്ന് കറങ്ങുക. എന്നാലും ഞാൻ ഓർത്തില്ല മരത്തെ സ്റ്റക്കായിട്ടിരിക്കുവാണെന്ന്. നിങ്ങളും പറത്തുവാണെങ്കിലേ സൂക്ഷിച്ച് പറത്തണം. കാരണം ഇത് ഭയങ്കര പറ പുമ്മെന്നും പറയാണ് ആകാശത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡിലൊക്കെ പോകുന്നത്. പൊള്ളി സാധനമാണ് കേട്ടോ. എന്തായാലും നമ്മൾ തന്നെ ഇത് കയറി എടുക്കേണ്ട അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ തന്നെ കയറി റിസ്ക് അപ്പൊ ഞാൻ തന്നെ കയറിയും മറ്റേ പ്രഭാസ് ബാഹുബലിക്കത് മല കയറത്തില്ല, അതേപോലെ ഞാൻ ആ മരം കയറാൻ പോവാ. മരം കയറി എന്റെ പ്ലെയിൻ ഞാൻ തിരിച്ചെടുക്കാൻ പോവാണ്. ഇന്ന് ഞാൻ ആ മരത്തെ കയറി ജെറ്റ് എടുത്തില്ലെങ്കിൽ എന്റെ പേര് നിങ്ങൾ മാറ്റിക്കും. യാറപ്പാത്ത് എന്താ കേൾവി കേക്കുറ നിന്നൊന്ന് പാക്കട്ടെ. ഞാൻ വൻ മരം കയറി മാങ്ങയൊക്കെ എറിഞ്ഞും പറിച്ച് ഞങ്ങള് വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമയത്ത്. അപ്പഴാ മാങ്ങക്കാരനായിരുന്നു. ഇതൊക്കെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ്. ശരി, ആ വലിയ മരം പോയിട്ട് പണ്ടത്തെ മറ്റേ കശുമാങ്ങയൊക്കെ എറിഞ്ഞ് അതിന്റെ അണ്ടിയൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഒരു നൊസ്റ്റാണ്. അതൊക്കെ മതി. പിന്നെ മതി അവിടെ ചെന്ന് ഉണ്ടാക്കുമല്ലോ. ഇതിന്റെ ഇടയ്ക്ക് അമ്മ വാങ്ങിച്ചൊരു കുഞ്ഞു സാധനമാണ്. സൗണ്ട് ഒക്കെ ഇട്ട്. ഇതാണ് ഈ മരം. जय विराट वीरा विलय गगन तल भीकरा गर्जतारा तरा हृदय रस कासारा विजित मधुपारा वारा भयगरं शौ विभव सिंधु सुपरदंगं भरणरण्डी भयगरं शौ विभव सिंधु सुपरदंगं भरणरण्डी बड़ी 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 प्रसर शौर्य धारा उत्सरा चिर शिखर सिरगांडी ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഗൈസ് എന്റെ കുണ്ടി അത്യാവശ്യം വലുതാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ പെമ്പിളാർക്കൊക്കെ പൊതുവെ കുണ്ടിയുള്ള ആമ്പിളാരെ ഇഷ്ടമാണെന്ന് പറയുന്നത് കേട്ട്. അത് ഉള്ളതാണെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ ഗൈസ്. നമ്മുടെ പ്ലെയിൻ കിട്ടിയിരിക്കുകയാണ്. ഭാഗ്യം കേട്ടാ, ഞാനോർത്ത് ഇത് പോയായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ മരം കയറ്റം?
കൊള്ളം മരം കയറി. നീ വിചാരിച്ചു ഞാൻ കയറും? സത്യം പറഞ്ഞില്ല, ഈ വണ്ണമൊക്കെ വെച്ചിട്ട് അറിയാലോ, ഈ വണ്ണം കൊണ്ട് പലതും കാണിക്കാൻ പറ്റും എനിക്ക്. അതാണ് സ്റ്റാമിനയിലാണ് കാര്യം. അയ്യോ ഗൈസ്, അപ്പൊ ഇന്നത്തേക്ക് ഞാൻ ചത്തന്നേ. മരം കയറിയപ്പോ തന്നെ എന്റെ എനർജി എല്ലാം പോയി. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ജെറ്റിനുണ്ടല്ലോ കുറേ കിടില ഫീച്ചേഴ്സും ഉണ്ട്, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഈ ഒരു പ്രൊഡക്റ്റില്ലേ നമുക്ക് ആമസോണിലൊക്കെ 3000 രൂപയൊക്കെ കിട്ടുന്നത്. പക്ഷെ നമ്മുടെ പേജിൽ ഇതിന് 2500 രൂപയുണ്ട്. 2500 രൂപയൊക്കെ ഐറ്റം കണ്ടില്ല. എന്നാ പോക്കായും പോയത്. നല്ല റേഞ്ചുമാണ്, നല്ല പവറുമാണ് ഈ സാധനത്തിന് കേട്ടോ. അപ്പോൾ 2499 നിങ്ങൾക്ക് എൻ്റെ സൈറ്റിൽ നിന്ന് വാങ്ങാം. ഇപ്പോൾ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ ലിങ്കും കാര്യങ്ങളും ഞാൻ താഴ്ത്ത് കൊടുത്തേക്കാം. ഒന്നെങ്കിൽ അങ്ങനെ വാങ്ങാം, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേജ് ഉണ്ടല്ലോ മൈ പേ, ആ പേജിനകത്ത് നിന്നും വാങ്ങാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും വാങ്ങാം. സംഭവം വെറുത്താണ്, ഒരു രക്ഷയില്ല. നിങ്ങൾ തന്നെ കണ്ടില്ല ഇതിൻ്റെ പവർ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടോയ് ഇഷ്ടമായെങ്കിൽ എന്തായാലും വാങ്ങാനേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ കഷ്ടപ്പെട്ടാണ് ഗൈസ് മരം കയറിയത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോക്ക് അത്യാവശ്യം നല്ല ലൈക്ക് തരണം പ്ലീസ്. തരില്ല എനിക്ക് തരണം ഗൈസ്. ഓക്കെ, അപ്പൊ ഗൈസ് ലവ് യു ഓൾ. അത്യാവശ്യം നല്ല ലൈക്കും കാര്യങ്ങളൊക്കെ തരണം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്. ടിൽ ദെൻ ബൈ.